എന്നാൽ ഇസ്ലാമിന്റെ 7 അയലത്ത് പോലും നിന്നുകൊണ്ട് പറയാൻ കഴിയാത്ത ഒരു ആശയമാണ് അള്ളാഹുവിന് നൽകുന്ന ആരാധനയും പ്രാർത്ഥനയും അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നൽകാം എന്ന് പറയുന്ന ഒരു വാദം ഇസ്ലാമിന്റെ 7 അയലത്ത് പോലും സാധൂകരിക്കപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പേരിൽ അള്ളാഹുവിന് ആരാധന ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടുകൂടെ അള്ളാഹുവിന് നൽകുന്ന ആരാധനയും ഇബാദത്തും പ്രാർത്ഥനയും അല്ലാത്തവർക്കും നൽകാം എന്ന് പറയുന്ന ഒരു തർക്കമേ ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു മൗലവി പറയുന്നത്, എല്ലാ മൗലവിമാരും തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇവിടെയുള്ള സുന്നികളുടെ വാദം അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥന അതുപോലെ മറ്റുള്ളവരോടും നടത്താമെന്നാണ്. അങ്ങനെ നമുക്കില്ലാത്ത ഒരു വാദം നമ്മുടെ പെരടിയിൽ വെച്ച് കെട്ടിക്കൊണ്ടാണ് നമ്മളെ വഹാബികൾ മുശ്രിക്കാക്കുന്നത്. എന്ത് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ലോകത്തുണ്ടെങ്കിലും ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യാസം ഇന്ന് അല്ലാഹു അല്ലാത്തവരോട് എനിക്ക് പ്രാർത്ഥിക്കാവോ ഇല്ലേ എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം പരിശുദ്ധ ഇസ്ലാമിലില്ല. എന്തുകൊണ്ട്? ഇസ്ലാമിന്റെ 7 അയലത്ത് നിന്നുപോലും അത് പറയാൻ കഴിയില്ല. അള്ളാഹുവിനല്ലാതെ പ്രാർത്ഥന പാടില്ല, അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് പാടില്ല. ആ അള്ളാഹുവിനെ ആരാധന ചെയ്യുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇതുവരെയും തന്റെ ജീവിതത്തിൽ സകലതും ചെയ്തു തന്ന സൃഷ്ടാവ് അള്ളയാണ്. ഇനിയും വല്ലതും ചെയ്തു തരാനുണ്ടെങ്കിൽ അതിന് സാധ്യമായവനും അള്ളയാണ്. അള്ളാഹു അല്ലാത്ത ഒരാളെ പ്രാർത്ഥിക്കാനോ സഹായം തേടാനോ ഹെൽപ്പിനോ വേണ്ടി മറ്റൊരാൾ കണ്ടെത്തിയാൽ അത് വളരെ ദുർബലമാണ്. മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ. അല്ലാഹു തആല പറയാണ്, അള്ളാഹുവിന് പുറമെ അല്ലെങ്കിൽ അള്ളാഹ്ക്ക് പകരം ആരാധ്യരായി ദൈവങ്ങളെ പ്രതിഷ്ഠിച്ച ആളുകൾ, അള്ളാഹ്ക്കു പകരമോ അള്ളാഹുവിനോട് കൂടെയോ ദൈവങ്ങളെ സങ്കല്പിച്ചു വെച്ച ആളുകൾ, അതൊക്കെ മസലിൽ അങ്കബൂത്ത്, അത് 8 പോലെയാണ്. ഇത്തഖദ ബൈത്തൻ, അതാ 8 വീടുണ്ടാക്കുകയാണ്. എന്നാൽ വഇന്ന ഔഹനൽ ബുയൂതി ലബൈത്തുൽ അങ്കബൂത്ത്, ദുനിയാവിലെ ഏറ്റവും ദുർബലമായ വീട് അത് 8 വലയാണ്. ആ 8 വല പോലെ ദുർബലമാണ് അല്ലാഹു അല്ലാതെ പകരം സംവിധാനിക്കപ്പെടുന്ന ആരാധ്യര്. ലൗകാനു യഅലമൂൻ, ചിന്തിക്കുന്ന ബോധമുള്ള ആർക്കും ബോധ്യപ്പെടുന്നതാണിത്. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുകയോ അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കുകയോ ചെയ്യരുത് എന്നത് ആവർത്തിച്ചും അസന്നിഗ്ധമായും പറഞ്ഞ ആശയമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു തർക്കം അള്ളാഹുവിന് നൽകുന്ന ആരാധനയും പ്രാർത്ഥനയും മറ്റൊരാൾക്കോ മറ്റൊരു വസ്തുവിനോ നൽകാമെന്ന വാദം ലോകത്തുണ്ടായിട്ടില്ല. ഈ രാജ്യത്തെ ഭൂരിപക്ഷ മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ ഒരു വാദവുമില്ല. നമുക്കില്ലാത്ത ഒരു വാദം നമ്മുടെ പെരടിയിൽ കെട്ടിവെച്ചിട്ട് മൗലവി നമ്മളോട് തെളിവ് ചോദിക്കുകയാണ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനുള്ള ഒരു അരക്കഷ്ണം തെളിവ് ഖുർആനിലുണ്ടോ? ഖുർആൻ മുഴുവൻ അരിച്ചു പെറുക്കിക്കോ ഉമ്മമാരെ, ഉപ്പമാരെ. അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങൾ എത്രയാ, അവരുടെ പ്രാർത്ഥനകൾ എത്രയാ. അള്ളാഹുവിനോടല്ലാത്ത ഒരു ദുആയുടെ കഷ്ണം വിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ ഉപ്പമാരെ, ഉമ്മമാരെ? ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി മുശ്രിക്കാക്കുന്ന പരിപാടിയാണ് മൗലവി ചെയ്യുന്നത്. അമ്പിയാക്കൾ അള്ളാഹുവിനോടെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, ഔലിയാക്കൾ അള്ളാഹുവിനോടെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ലോകത്തെ സകല മുസ്ലിമീങ്ങൾക്കും അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന വാദവുമാണുള്ളത്. എന്നിട്ട് നമുക്കില്ലാത്ത ഒരു വാദം നമ്മുടെ പെരടിയിൽ കെട്ടിവെച്ച് എന്നിട്ട് ആ വാദത്തിന് നമ്മളോട് തെളിവ് ചോദിച്ച് ഇനി മൗലവി ഖവാരിജുകൾ ചെയ്തതുപോലെ മുഹമ്മദ് അബ്ദുൽ വഹാബും ടീമും ചെയ്തതുപോലെ പശ്ചിമേഷ്യയിൽ മുസ്ലിമീങ്ങളെ കൊല്ലാൻ IS തീവ്രവാദികൾ ചെയ്യുന്നതുപോലെ അള്ളാഹുവിന്റെ ഖുർആനിലെ ആയത്ത് ദുർവ്യാഖ്യാനിക്കുകയാണ്. വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. അല്ലാഹു തആല പറയാണ്, എന്റെ അടിയാറുകൾ, ആ അടിയാറുകൾ എന്നെ പറ്റി ചോദിച്ചാൽ ഫഇന്നീ ഖരീബ്, ഞാൻ അവരോട് ഏറ്റവും അടുത്തവനാണ്. വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്, ഞാൻ അല്ലാഹു ആകുന്ന ഞാൻ എന്റെ അടിയാറുകളോട് ഏറ്റവും അടുത്തവനാണ്. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ. അതുകൊണ്ട് എന്റെ അടിയാറുകൾ എന്നോട് ദുആ ചെയ്താൽ ഞാൻ ഉത്തരം നൽകുമെന്ന് അല്ലാഹു തആല പറയാണ്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുവിനോട് മാത്രമായി ദുആ ചെയ്യുന്നത്.
ഈ ആയത്ത് നമുക്ക് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാമെന്ന അഭിപ്രായമുണ്ടെന്ന് സ്ഥാപിച്ചു മുസ്ലിമീങ്ങൾക്കെതിരെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് മൗലവി. അവന്റെ അടുക്കലേക്ക് അവൻ ഖരീബല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പഠിപ്പിച്ചു, വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാൻ. എന്നെക്കുറിച്ച് എന്റെ അടിമകൾ നിന്നോട് ചോദിച്ചാൽ, ഓ നബിയേ, നിങ്ങൾ പറഞ്ഞേക്കണം, ഞാൻ അവരുടെ സമീപസ്ഥനാണ്. വിളിക്കുന്നവന്റെ വിളിക്ക് ഞാൻ ഉത്തരം കൊടുക്കും. അതുകൊണ്ട് എന്നോട് പ്രാർത്ഥിക്കലാ എനിക്കിഷ്ടം. അതിലാർക്കാ തർക്കമുള്ളത്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണ് അള്ളാഹുവിന് ഇഷ്ടം. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അതാണ് അള്ളാഹുവിന്റെ കൽപ്പന. എന്നാൽ അള്ളാഹു എന്നോട്, അള്ളാഹു ആകുന്ന ഞാൻ എന്റെ അടിയാറുകളോട് ഏറ്റവും അടുത്തവനാണ് എന്ന് പറഞ്ഞാൽ ഈ വഹാബികൾ എന്താ മനസ്സിലാക്കിയത്? അള്ളാഹിനോട് ദ്വാരക്കും ഒരു മര്യാദയും വേണ്ട എന്നാണോ? അള്ളാഹുവിനോട് ദ്വാരക്കുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെ ഒരു മര്യാദയും ഇല്ലാതെ നൽകാമെന്നാണോ? അങ്ങനെയാണെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, അർറജുലു യുതീലു സഫറാ ശഗസാ ഗബറ യമുദ്ദു യദൈഹി ഇലസ്സമാ. ചില മനുഷ്യന്മാര് നിരന്തരമായി അള്ളാഹുവിനോട് ഇങ്ങനെ കയ്യും നീട്ടി യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകാശത്തേക്ക് കണ്ണും നട്ട് യാ റബ്ബ് യാ റബ്ബ് എന്ന് ദുആ ചെയ്യുകയാണ്. പക്ഷേ അങ്ങനെ ദ്വാരക്കുന്ന ആളുകളോട് റസൂലുള്ള പറയാണ്, അല്ല കരീബാണ് എന്നല്ല, അല്ല കരീബ് തന്നെയാണ്. പക്ഷേ ആ കരീബായ അള്ളാഹുവിലേക്ക് ഒരു അടിമ അടുക്കേണ്ട മര്യാദയുണ്ട്. ആ മര്യാദ ഇല്ലാഞ്ഞാൽ ദുആ ഇജാബത്തില്ലാത്തതാണ്. അള്ളാന്റെ റസൂല് പറയണം, അങ്ങനെ ദ്വാരന്നു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ വമത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം വഉദിയ ബിൽ ഹറാം. അവന്റെ വസ്ത്രവും ഭക്ഷണവും ജീവിതം മൊത്തവും ഹറാമിലാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്. അതുകൊണ്ട് തന്നെ അവൻ എങ്ങനെ ഉത്തരം കിട്ടാനാണ്? വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ. അല്ലാഹു ഖരീബാണ്, ചോദിക്കുന്നവർക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞാൽ അതിന് തീരെ മര്യാദകളില്ല എന്നല്ല. പരമാവധി ഇത്തഖുല്ലാഹ മസ്തതഅ്തും, പരമാവധി തഖ്വ ചെയ്ത് അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് തേടേണ്ട തേട്ടങ്ങളാണത്. അള്ളാഹുവിന് ദുആ ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ്. അതോടൊപ്പം ആ ദുആ ചെയ്യുന്ന സത്യവിശ്വാസി ആ ദുആക്ക് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമയങ്ങളെയും സന്ദർഭങ്ങളെയും സ്ഥലങ്ങളെയും ഒക്കെ ഉപയോഗപ്പെടുത്തിയാൽ ആ പ്രാർത്ഥനക്ക് കൂടുതൽ ഇഷ്ടം കൂടുകയാണ്. അതാണ് ഹബീബായ തങ്ങൾ മറ്റൊരിടത്ത് പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല പറയാണ്, ആകാശ ലോകത്ത് അർദ്ധരാത്രിയായാൽ അല്ലാഹു തആല അടിമകളുടെ പ്രാർത്ഥന പ്രത്യേകം പരിഗണിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, മയ്യദുഊനി ഫഅസ്തജീബു ലഹു. ആരാണ് അർദ്ധരാത്രി എന്നോട് ദുആ ചെയ്യുന്നത്, ഞാൻ ഉത്തരം തരാം. മയ്യസ്അലുനി ഫഉതി. ആരാണ് എന്നോട് ഈ അർദ്ധരാത്രി ചോദിക്കുന്നത്, ഞാൻ അവന് നൽകുന്നതാണ്. മയ്യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറു ലഹു. മയ്യസ്തഗ്ഫിറുനി ഫഅസ്തഗ്ഫിറു ലഹു ഫഅഗ്ഫിറു ലഹു. ആരാണ് എന്നോട് പൊറുക്കൽ തേടുന്നത്, അവർക്ക് ഞാൻ പുറത്തു കൊടുക്കും. അപ്പൊ അള്ളാഹു ഖരീബാണ്, അള്ളാഹു തആല ഉത്തരം നൽകുമെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അള്ളാഹു തആല അർദ്ധരാത്രി അടിയാറുകളോട് പ്രത്യേകമായി പറയാണ്, ചോദിച്ചോളി, ഞാൻ ഉത്തരം തരും. അപ്പൊ അർദ്ധരാത്രി പ്രത്യേകമായി ഉത്തരം തരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പകൽ അള്ള ഖരീബല്ല എന്നാണോ? അതുപോലെ രാത്രി അർദ്ധരാത്രി ആകാത്ത ടൈമിലൊക്കെ അള്ള ബഈദാണ് എന്നാണോ? അല്ല, അള്ളാഹു ഖരീബ് തന്നെയാണ്. ആ ഖരീബായ അള്ളാഹുവിലേക്ക് അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അടുക്കാനും ദുആ ചെയ്യാനുമുള്ള ഒരു മാർഗം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുക എന്നതാണ്. അതുപോലെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന അർദ്ധരാത്രി പോലെ, നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ പോലെ, വെള്ളിയാഴ്ച ഒരു പ്രത്യേകമായ സമയമുണ്ട്. ലാ യസ്അലുല്ലാഹ അഹദുൻ ഫീഹാ ശൈആ. ആ സമയത്ത് ഒരാൾ അള്ളാഹുവിനോട് ഒന്നും ചോദിക്കൂല, ഇല്ലാ അല്ലാഹ് അത് കൊടുത്തിട്ടല്ലാതെ.
വെള്ളിയാഴ്ച പ്രത്യേകമായൊരു സമയത്ത് ചോദിച്ചാൽ അള്ള കൊടുക്കാൻ. അതിന്റെ അർത്ഥം ചൊവ്വാഴ്ച അള്ള കരീബല്ല, ബഈദാണ്. തിങ്കളാഴ്ച അള്ള ബഈദാണ്, വെള്ളിയാഴ്ചയാണ് കരീബ് എന്നല്ല. അള്ള കരീബ് തന്നെയാണ്. പക്ഷേ ആ കരീബായ അള്ളാഹുവിനോട് അടിമകൾ സ്വീകരിക്കേണ്ട മര്യാദയിലൊന്ന് അവൻ ഇഷ്ടപ്പെടുന്ന സമയത്ത് ദുആ ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ്. ഇതുപോലെ അല്ലാഹു തആല ദുആക്ക് മര്യാദ പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം. വബ്തഗൂ ഇലൈഹിൽ വസീല, അല്ലാഹുവിലേക്ക് നിങ്ങൾ മധ്യവർത്തിയെ തേടണേ. അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ സൽക്കർമ്മങ്ങളെ ഇടയിൽ വെക്കുക. വസീലയെ, മഹാന്മാരെ, സൽക്കർമ്മങ്ങളെ ഇടയാളനാക്കി വെക്കുക. അതും അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അല്ലാഹു ഉത്തരം നൽകാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. മാത്രമല്ല മുസ്ലിമീങ്ങളെ, വിശുദ്ധമായ ഖുർആനിൽ ദുആ പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല അവതരിപ്പിച്ച സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അതിന് സൂറത്തു തഅലീമിൽ മസ്അല, അല്ലാഹുവിനോട് എന്ത് ചോദിക്കണം, എങ്ങനെ ചോദിക്കണമെന്ന് പഠിപ്പിക്കുന്ന സൂറത്തെന്നും അർത്ഥമുണ്ട്. ആ സൂറത്തിൽ അല്ലാഹുവിനോട് ഒറ്റക്ക് നിസ്കരിക്കുന്നവനും കൂട്ടമായി നിസ്കരിക്കുന്നവനും ഒക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ദുആ ചെയ്യുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ ഞങ്ങൾ നിനക്കാണ് ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് സഹായം തേടുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നീ സിറാത്തുൽ മുസ്തഖീമിൽ ചേർക്കണേ അല്ലാഹ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനങ്ങളിൽ മഹാന്മാര് പറയാണ്, എന്തുകൊണ്ടാണ് ഇവിടെ ബഹുവചനമായി പറഞ്ഞത്? ഒരാൾ ഓതുമ്പോഴും ഒരാൾ നിസ്കരിക്കുമ്പോഴും അവനും പറയുന്നത് ഞങ്ങൾ ആരാധിക്കുന്നത് നിനക്കാണ്, ഞങ്ങളെ നീ സിറാത്തുൽ മുസ്തഖീമിൽ ചേർക്കണമെന്നാണ്. ആരാണ് ഈ ഞങ്ങളെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. ലിൽ ഖാരിഇ വമൻ മഅഹു മിനൽ ഹഫളത്തി വഹാളിരി സ്വലാത്തിൽ ജമാഅ. ഈ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അവന്റെ കൂടെ നിസ്കരിക്കുന്നവരും മലക്കുകളും ഒക്കെയായ ആളുകളാണ്. ഇതിന്റെ പുറമെ മഹാന്മാര് പറയണ ഔലഹു വലിസായിരിൽ മുവഹിദീൻ, അവനും അതുപോലെ മറ്റു മുഅ്മിനീങ്ങളുമാണ്. എന്തിനാണ് അവൻ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും ഇങ്ങനെ ബഹുവചനമായി പ്രാർത്ഥിക്കുന്നത്? അതിന് മഹാന്മാര് കാരണം പറയാണ്, അദ്റജ ഇബാദത്തുഹു ഫീ തളാഇഫി ഇബാദത്തിഹിം, അവനേക്കാൾ നല്ലവരായ മഹാന്മാർ ഇതുപോലെ നിസ്കരിച്ചിട്ടുണ്ട്, ഇതുപോലെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവന്റെ നിസ്കാരം ആ മഹാന്മാരെ നിസ്കാരത്തിലേക്ക് ആഡ് ചെയ്ത് അവരുടെ നിസ്കാരം അള്ളാഹു കബൂൽ ചെയ്യുന്ന കൂട്ടത്തിലൂടെ ഇവന്റെ നിസ്കാരവും കബൂൽ ചെയ്ത് കിട്ടാനാണ്. വഖലത ഹാജത്തുഹു ബിഹാജതിഹിം, ആ മനുഷ്യന്റെ ആവശ്യം അതുപോലെ ദുആ ചെയ്ത ഒരുപാട് നല്ല മനുഷ്യർ ദുആ ചെയ്തിട്ടുണ്ട്. അവരുടെ ദുആയിൽ ഇവന്റെ ദുആയും കൂടി കൂട്ടിയിട്ട് ആ മഹാന്മാരെ ദുആയെ മധ്യവർത്തിയാക്കി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഫാത്തിഹ സൂറത്തിൽ ഇങ്ങനെ ബഹുവചനമാക്കി പറഞ്ഞതിന്റെ ഉദ്ദേശമെന്ന് മഹാന്മാര് വ്യാഖ്യാനിക്കുകയാണ്. അപ്പൊ അള്ള കരീബാണ്, അള്ളാഹുവിനോടേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. പക്ഷേ ആ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനോട് അങ്ങോട്ട് ചെയ്യേണ്ട മര്യാദ തഖ്വ ചെയ്ത് മാക്സിമം മര്യാദയിൽ ജീവിക്കുക, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് ദുആ ചെയ്യാൻ ശ്രമിക്കുക, അള്ളാഹു ഇഷ്ടപ്പെടുന്ന സൽക്രമങ്ങളെ ഇടയിൽ വെക്കുക, അള്ളാഹു ഇഷ്ടപ്പെടുന്ന മഹാന്മാരെ ഇടയാളന്മാരാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് അള്ള കരീബാണ് എന്നതിനോ അള്ളാഹുവിനോടെ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞതിനോ എതിരല്ല. എന്നാൽ ഇത് പറയുന്നത്, ഇതാണ് മുസ്ലിമീങ്ങൾ പറയുന്നത്. എന്നാൽ അതിനെ മൗലവി മറ്റൊരു നിലക്ക് വളച്ചൊടിച്ചിട്ട് പറയാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നവൻ മുനാഫിക്കാണ് എന്നാണ് മൗലവി പച്ചയായ കളവ് പറയുന്നത്. അള്ളഹാനോട് നേരിട്ട് നമ്മൾ പറയാൻ പാടില്ലാന്ന്. എന്തൊരു നുണയാണ്! ആരാണ് അങ്ങനെ പറയുന്നത്? 5 വഖത്ത് നിസ്കാരത്തിൽ ഏത് മൂല്യാരും പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് മിഹ്റാബിലിരുന്ന് അല്ലാഹുമ്മ ഗ്ഫിർ ലനാ, അള്ളഹാനോടല്ലേ പറയുന്നത്? പക്ഷേ നമുക്കില്ലാത്തൊരു വാദം പറയണം. നേരിട്ട് അള്ളഹാനോട് ചോദിക്കുന്നവരൊക്കെ മുനാഫിഖ്. അല്ലാഹ് പാപം പൊറുക്കണേന്ന് നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ മുനാഫിഖ്. അല്ലാഹ് എന്റെ രോഗം മാറ്റണേന്ന് നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ മുനാഫിഖ്.
ഏതെങ്കിലും ഒരു ആലിമിന്റെ വരികളിലെ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്യാൻ കേരളത്തിൽ ഒരു സുന്നി ആലിമും അള്ളാഹുവിനോടല്ലാതെ ദുആ ചെയ്യാറില്ല. എത്രയോ ഏത് ആലിമും നിസ്കാരത്തിന്റെ ശേഷമെങ്കിലും ചുരുങ്ങിയത് നിസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് കാണാത്ത വഹാബികളുണ്ടോ? പച്ച നുണ പറയാൻ ആ നുണ വഹാബികൾ വിഴുങ്ങുകയാണ്. പക്ഷേ അള്ളാഹുവിനോടല്ലാതെ ദുആ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനോട് ദ്വാരക്കുന്നവൻ മുനാഫിക്കാണ് എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഖുർആൻ പറഞ്ഞ ഒരു മുനാഫിക്കുണ്ട്. അതാരാണ്? വഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്. അല്ലാഹു തആല ഒരു മുനാഫിക്കിനെ പരിചയപ്പെടുത്തി തരാൻ. ആരാണ് ആ മുനാഫിഖ്? വഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്. അള്ളാനോട് ദ്വാരക്കണോല് മുനാഫിക്കാന്നല്ല നമ്മൾ പറയുന്നത്. അള്ളാനോട് നമ്മൾ ദുആ ചെയ്യണം. അതുപോലെ നമുക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാരന്ന് തരും. നിങ്ങൾ റസൂലുള്ളാഹിനോടൊന്ന് ദ്വാരക്കാൻ പറയണം എന്ന് പറയപ്പെട്ടാൽ അള്ളാന്റെ റസൂലിനെ വിളിക്കണം, റസൂലുള്ളാഹിനോട് സഹായം തേടണം, റസൂലുള്ളാഹിനോട് ദുആ ചെയ്യാൻ റെക്കമെൻഡ് പറയണം. ഇങ്ങനെ പറയപ്പെട്ടാൽ വൈദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്. അള്ളാന്റെ റസൂല് നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും, അതുകൊണ്ടൊന്ന് ചെന്ന് ദ്വാരക്കാൻ പറയണമെന്ന് പറഞ്ഞാൽ ലവ്വൗ റൂസുഹും വറഅയ്തഹും യസുദ്ദൂന വഹും യസ്തക്ബിറൂൻ. അങ്ങനെയുള്ള ആളുകളോട് അത് പറഞ്ഞ പോലും പറയേ അല്ലാഹു തആല എല്ലാ അടിമകളോടും കരീബ. ഞാനും അള്ളാന്റെ അടിമയാണ്, റസൂലുള്ളാഹി അള്ളാന്റെ അടിമയാണ്. അതുകൊണ്ട് എല്ലാ അടിമകളോടും അള്ളാഹു കരീബാണ്. അതുകൊണ്ട് എന്റെ കാര്യം ഞാൻ പറഞ്ഞോളാ, എനിക്ക് ദുആ ചെയ്യാൻ വേറെ ഒരു ആള് ആവശ്യമില്ല എന്ന് പറയുന്ന കേരളത്തിലെ വഹാബികൾ, അന്നത്തെ മുനാഫിക്കുകളുടെ സ്വരം പറയുമ്പോൾ ഇത്തരം കക്ഷികളെയാണ് നമ്മൾ പറയുന്നത്. അള്ളാനോട് ദ്വാരക്കുന്നവർ മുനാഫിക്കാണ് എന്നല്ല നമ്മൾ പറയുന്നത്. മറിച്ച് റസൂലുള്ള നമുക്ക് വേണ്ടി ദ്വാരക്കും, ഒന്ന് ദ്വാരക്കാൻ പറയണമെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാതെ അഹങ്കരിച്ചു പോകുന്നവരാണ്. മറിച്ച് ദുആ ചെയ്യുമ്പോൾ ആ ദുആയിൽ സൽക്രമങ്ങളെയും നല്ല സമയങ്ങളെയും കണ്ടെത്തുക, സ്വാലിഹീങ്ങളെ ഇടയാളന്മാരാക്കുക എന്നത് ഒരിക്കലും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിനെതിരല്ല. അത് സ്വാലിഹീങ്ങളോടുള്ള ദുആയുമല്ല. പക്ഷേ ഒരു മൗലവി ചോദിക്കാണ്, അങ്ങനെ ഇടയാളന്മാരെ വെക്കാൻ ആരാണ് പഠിപ്പിച്ചത് എന്നാണ് ഒരു മൗലവിയുടെ ജോറൻ ചോദ്യം. എന്തിനാണ് ഈ പാവപ്പെട്ട സാധാരണക്കാരനെ വിളിച്ചിരുത്തി നമ്മൾ പാപികളാണ്, ദോഷികളാണ്, നമുക്ക് ഔലിയാക്കന്മാരെ സഹായം ഉണ്ടെങ്കിലേ രക്ഷയുള്ളൂ എന്ന് പറയുന്നത് കള്ളമല്ലെങ്കിൽ പിന്നെന്താ? അത് സത്യമാണ്. അല്ലാഹു തആലയുടെ മഹാന്മാര് മറവട്ട് കിടക്കുന്ന സ്ഥലം ബറക്കത്തുള്ളതാണ്, ഇജാബത്ത് കിട്ടാൻ എളുപ്പമുള്ള സ്ഥലമാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആവശ്യങ്ങൾ പൂർത്തിയാകുന്നതിന്, അസ്ബാബുകളെ സപ്ലൈ ചെയ്യുന്നതിന് ഔലിയാക്കളെ ഇടയ്ക്ക് നിർത്തണമെന്നത് അള്ളാഹു വെച്ച വ്യവസ്ഥിതിയാണോ? അപ്പോ അള്ളാഹു ഔലിയാക്കളെ ഇടക്ക് നിർത്തണം ദുന്യാവിന്റെ കാര്യം നേടാനെന്ന് അള്ള വെച്ചുക്കണോ? ഒന്ന് നമ്മൾ ദ്വാരക്കൽ മുഴുവൻ ദുന്യാവിന്റെ കാര്യമല്ല, ആഖിറത്തിന്റെ കാര്യം കൂടിയാണ്. പിന്നെ അങ്ങനെ ഔലിയാക്കളെ ഇടയിൽ വെക്കണം എന്ന് അള്ളാഹു കൽപ്പിച്ചുക്കണോന്നാ മൗലവിന്റെ ചോദ്യം. ഇനി അയാൾ ചോദിക്കുന്നുണ്ട്, അമ്പിയാക്കളെ വെക്കണമെന്ന് അള്ള നിശ്ചയിച്ചുക്കണോ? അമ്പിയാക്കളെ ഇടയ്ക്ക് നിർത്തണമെന്നത് അള്ളാഹു വെച്ച വ്യവസ്ഥിതിയാണോ? അള്ളാഹു വെച്ച വ്യവസ്ഥിതിയാണ്, റസൂലുള്ള പഠിപ്പിച്ച വ്യവസ്ഥിതി, സ്വഹാബത്ത് പ്രാക്ടിക്കലാക്കി നടപ്പിലാക്കിയതാണ്. അത് മൗലവി തന്നെ പറയുന്നുണ്ട്. എല്ലാരും അള്ളാനോട് ദ്വാരുന്നാ മതിയോ? പോരാ. അള്ളാനോട് ദ്വാരുന്നതിന്റെ പുറമെ നമ്മൾ എന്ത് ചെയ്യണം? റസൂലുള്ളാഹിനോട് ദ്വാരക്കാൻ പറയണം. മദീനയിൽ മഴയില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. അങ്ങനെ ബുദ്ധിമുട്ടിയപ്പോൾ ജനങ്ങളൊക്കെ അള്ളാനോട് ദ്വാരക്കുന്നുണ്ട്. അള്ളാഹുവിനോട് ദ്വാരക്കണോലൊന്നും മുനാഫിക്കല്ല, അള്ളാഹുവിനോടാണ് ദ്വാരക്കേണ്ടത്. പക്ഷെ അതിന്റെ പുറമെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദ്വാരക്കാൻ ഏൽപ്പിക്കുകയാണ്, ഇടയാളനെ വെക്കുകയാണ്. ആരാണ് അമ്പിയാക്കളെ ഇടയാളനാക്കാൻ പറഞ്ഞത് എന്ന് ചോദിച്ച അതേ മൗലവി റസൂലുള്ളാഹിനെ സ്വഹാബത്ത് ഇടയാളനാക്കിയ വിഷയം പറയാൻ. ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ പ്രശ്നങ്ങൾ അള്ളാഹിനോട് പറയാൻ പ്രവാചകനെ ഏൽപ്പിക്കുന്നത് സ്വാഭാവികം. അപ്പോ ജീവിച്ചിരിക്കുന്ന കാലത്ത് ദ്വാരക്കാൻ പറയുന്നത് വഹാബിയാക്ക് കണ്ണുകൊണ്ടും കാതുകൊണ്ടും മനസ്സിലാവും. മരിച്ചുപോയ ആ റസൂലുള്ളാഹിനോട് ദ്വാരക്കാൻ പറയുന്നത് വഹാബിയാളെ യുക്തി കൊണ്ട് മനസ്സിലാവില്ല. അപ്പൊ ഒന്ന് വഹാബിയാള് തൗഹീദും യുക്തിക്കൊക്കാത്തത് ശിർക്കുമാക്കാൻ. ഇടയാളന്മാരെ നിശ്ചയിക്കാൻ ആരു പറഞ്ഞു എന്ന് ചോദിച്ച മൗലവി തന്നെ സ്വഹാബത്ത് റസൂലുള്ളാഹിനെ ഇടയാളനാക്കിയ വിഷയം പറയാൻ. അത് അള്ളാഹ് അനുവദിച്ചതാണ് സഹാബാക്കൾക്ക്. അനസ് ബിൻ മാലിക്കിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ്,
കർഷകരായ ആൾക്കാർ വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് വെള്ളമില്ലാത്ത കഥ പറയുന്നു. എന്നിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. മിമ്പറിൽ വെച്ച് അഷ്റഫുൽ ഖൽഖ് ദുആ ചെയ്യുന്നു. അപ്പൊ തന്നെ മഴ പെയ്യുന്നു. എന്നിട്ട് പള്ളി ചോരുന്നു. എന്നിട്ട് അഷ്റഫുൽ ഖൽഖിന്റെ തലയിൽ വെള്ളം വീഴുന്നു. എന്നിട്ട് താടിയിലൂടെ വെള്ളം ഉറ്റുന്നു. അനസ് റളിയല്ലാഹു ഇത് കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഇമാം ബുഖാരി, ഇമാം മുസ്ലിം. അതാണ് അപ്പൊ ഈ വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അന്ന് പടച്ചോൻ കുറച്ച് വിട്ടുന്നത് എനിക്ക്. എന്തേ സ്വഹാബി റസൂലുള്ളാഹിനെ ഇടയാളനാക്കിയത്? അള്ളാഹിനോട് ദുആ ചെയ്തതിന്റെ പുറമെ ഹബീബായ തങ്ങളെ ദുആ ചെയ്യാൻ ഏൽപ്പിക്കുകയാണ്, മഹാന്മാരെ ദുആ ചെയ്യാൻ ഏൽപ്പിക്കുകയാണ്. ഇത് ഇല്ല എന്ന് പറയാൻ ഹുസൈൻ സലഫി ഒരു ന്യായീകരണം കൊണ്ടുവരികയാണ്. എന്താ ന്യായീകരണം കൊണ്ടുവരുന്നത്? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്നിട്ട് ഒരു ദുആ പഠിപ്പിക്കാൻ പറയാണ്. ദുആ പഠിപ്പിക്കാൻ, നിസ്കാരത്തിൽ ഒരു ദുആ പഠിപ്പിച്ചു തരാൻ പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യുന്ന ഒരു ദുആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ തെളിവ് എന്തിനുള്ളതാണ്? അള്ളാഹിനോട് ദ്വാരക്കാൻ പറ്റൂല എന്നുള്ളൊരു വാദം നമുക്കുണ്ടെങ്കിലാണ് അള്ളാഹിനോട് ദ്വാരക്കാൻ റസൂലുള്ള സിദ്ദീഖ് തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ള തെളിവ് പറയേണ്ടതുള്ളൂ. ആ വാദം നമുക്കില്ല. ഇല്ലാത്ത വാദത്തിന് നമുക്കെതിരെ മൗലവി തെളിവ് പറയാണ്. അല്ലാഹുവിന്റെ റസൂലേ, നിസ്കാരത്തിൽ ആണല്ലോ റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന നേരം. അതാണ് നിസ്കാരത്തിൽ ദ്വാരക്കണി ഒരു കോലുണ്ട്, അത് അങ്ങനെയാ ദ്വാരക്ക. ആ നേരത്തെ എനിക്ക് എന്റെ റബ്ബിനോട് ചോദിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥന എനിക്ക് പഠിപ്പിച്ചു തരാമോ? എന്താ സംശയോ? അള്ളാഹിനോട് ദ്വാരക്കാൻ പറ്റിയൊരു ദുആ പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിനോട് ദ്വാരക്കാൻ ദുആ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തു. ഇത് പറഞ്ഞുകൊണ്ട് കണ്ടോ, അള്ളാഹുവിനോടല്ലാതെ ദ്വാരക്കാൻ പഠിപ്പിച്ചു കൊടുക്കണ്ടേ എന്ന മൗലവിന്റെ ചോദ്യം. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആവശ്യപ്പെടുമ്പോ അള്ളാഹിന്റെ റസൂല് അപ്പോഴല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്, സിദ്ദീഖേ, അബൂബക്കറേ, നിനക്കെന്ത് പ്രശ്നമുണ്ടെങ്കിലും നീ ആദ്യം എന്നോടാ പറയേണ്ടത്. അങ്ങനെ പറയില്ല. അള്ളാഹിനോട് ദ്വാരക്കാൻ പഠിപ്പിച്ചു തരണം പറഞ്ഞാൽ ദുആ അള്ളാഹിനോട് ദ്വാരക്കേണ്ട കോലം പഠിപ്പിച്ചു കൊടുക്കും. അത് ജീവിച്ചിരിക്കുമ്പോഴും ഞാൻ മരിച്ചാലും അങ്ങനെ തന്നെയാ വേണ്ടത് എന്നാണോ അള്ളാന്റെ റസൂല് പറഞ്ഞത്? അല്ല, അവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത് എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം. ആ ചോദ്യത്തിനനുസരിച്ച് റസൂലുള്ള ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നാൽ അത് മാത്രമല്ലല്ലോ വഹാബികളെ റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്തത്. നിസ്കാരത്തിലല്ലാതെ ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വരികയാണ്. കണ്ണ് കാണാത്ത സ്വഹാബിയാണ്. അള്ളാന്റെ റസൂലിനോട് ദുആ ചെയ്യാൻ പറയാണ്. അങ്ങനെ റസൂലുള്ളാഹിനോട് ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ ആദ്യമൊക്കെ റസൂലുള്ള ക്ഷമിക്കാൻ പറഞ്ഞു. അവസാനം സ്വഹാബി ദ്വാരം തരണമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദുആ ആ സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ തവജ്ജഹു ഇലൈക ബി മുഹമ്മദിൻ നബിയ്യിർ റഹ്മാൻ. അല്ലാഹുവേ, ഇന്നി അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, വ അതവജ്ജഹു ഇലൈക, നിന്നിലേക്ക് ഞാൻ മുന്നിടുകയാണ്, ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹക്ക് കൊണ്ട് ഞാൻ മുന്നിടുകയാണ്. ഹബീബായ തങ്ങൾ മുഖേന നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, നബിയ്യിർ റഹ്മാൻ, കാരുണ്യത്തിന്റെ നബിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ആ ഹബീബായ തങ്ങളാകുന്ന ഇടയാളനിലൂടെ അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു. അല്ലാഹ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിനോട് ദ്വാരക്കാൻ പഠിപ്പിച്ചു കൊടുത്ത അതേ പ്രവാചകനാണ് ഹബീബായ തങ്ങളെ ഇടയാളനാക്കി അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് തീർന്നില്ല, ഡയറക്റ്റ് റസൂലുള്ളാഹിനെ വിളിക്കുകയാണ്. യാ മുഹമ്മദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് ആ മനുഷ്യന് പറയാൻ പഠിപ്പിക്കുകയാണ്, ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതുഖ്ലാ. നബിയേ, അങ്ങയെ മുൻനിർത്തി ഞാനിതാ എന്റെ ആവശ്യം നിറവേറി കിട്ടാൻ അള്ളാഹിനോട് ദ്വാരക്കാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ഇടയിൽ വെച്ചുകൊണ്ടും റസൂലുള്ളാഹിനോട് ഡയറക്റ്റായി വിളിച്ചു പറഞ്ഞുകൊണ്ടും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഹബീബായ തങ്ങളെ ഇടയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തത് അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു രീതിയാണ്, ഈ സ്വഹാബിക്ക് മറ്റൊരു രീതിയാണ്. ആ രീതിയിൽ ഹബീബായ തങ്ങളെ ഇടയാളനാക്കി വെച്ചു
വെച്ചുകൊണ്ട് റസൂലുള്ള പഠിപ്പിക്കുകയാണ്. എന്നാൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് അമ്പിയാക്കളെ മാത്രമേ ഇടയിൽ വെക്കാൻ പറ്റുള്ളൂ എന്ന് ആരും കരുതണ്ട. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇതുപോലെ ഒരു വരൾച്ച വന്നപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ദ്വാരക്കുന്നത്? ഇസ്തസ്ഖാ ബിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് തങ്ങളെ കൊണ്ട് അമ്പിയാക്കൾ മാത്രമല്ല ഔലിയാക്കളെയും ഇടയിൽ വെച്ച് ദ്വാരക്കാന്ന് ഉമർ തങ്ങൾ പഠിപ്പിക്കാൻ. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഇടയാളനാക്കി ദുആ ചെയ്യാണ്. ഉമർ റളിയല്ലാഹു അൻഹു ദ്വാരക്കാണ്, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ അല്ലാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കി നിന്നോട് ഞങ്ങൾ ദുആ ചെയ്യാറുണ്ട്. ഫതുസ്ഖീനാ, അപ്പം ഞങ്ങൾക്ക് മഴ കിട്ടാറുണ്ട്. വഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളിപ്പോൾ റസൂലുള്ളാഹിന്റെ അമ്മായ അബ്ബാസ് തങ്ങളെ മുൻനിർത്തി നിന്നോട് ചോദിക്കുകയാണ്. ഫസ്ഖിനാ, അബ്ബാസ് തങ്ങളെ അഖ്ജാദ് ബർക്കത്ത് കൊണ്ട് മഴ തരണേ. അങ്ങനെ തേടുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം നൽകുകയാണ്. അപ്പൊ ഔലിയാക്കളെയും അമ്പിയാക്കളെയും ഇടയിൽ വെക്കണമെന്ന് പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മഹാരഥന്മാരായ സ്വഹാബിമാരാണ്. അപ്പൊ ഒരു മൗലവിക്ക് ഒരു സംശയം, അതെന്താണ്? അല്ലാഹു തആല അർഹമുർ റഹീം അല്ലേ? അല്ലാഹു വലിയ കാരുണ്യം ചെയ്യുന്ന ആളല്ലേ? അള്ളാഹിനോട് ദ്വാരന്നിട്ട് കിട്ടൂല, പിന്നെ മൊയ്തീൻ ശൈഖിനെ അടിയിലാക്കുമ്പോ കിട്ടുക. അപ്പോ അള്ളയാണോ അർഹമുർ റഹീം, ജീലാനി തങ്ങളാണോ അർഹമുർ റഹീം എന്നാണ് മൗലവിന്റെ ഡൗട്ട്. റഹമുറാഹിമിനായ പഠിച്ചോനെ മൊയ്തീൻ ശൈഖിനെ ഹക്കൊണ്ടെന്നാണ് നമ്മൾ തേടുന്നത്. അതാണ് ഒരു കുഴപ്പമില്ല. അള്ളാഹു തിരിയതുകൊണ്ടാണ്. എന്താ റഹമുറഹ്മാൻ റഹമുറാഹിം എന്നത്? കാരുണ്യവാന്മാരിൽ ഏറ്റവും വലിയ കാരുണ്യവാനേന അർഹമുറാഹിമീനായ റബ്ബേ, കാരുണ്യവാന്മാരിൽ ഏറ്റവും വലിയ കാരുണ്യവായവനെ എന്ന് തേടിയാ പിന്നെ മൊയ്തീൻ ശൈഖിന്റെ അക്കൗണ്ട് പറയാൻ പറ്റുമോ? എന്താ പറയാന്? അർഹമുർ റഹീമായ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മഹാന്മാരെ മുന്നിൽ വെക്കാൻ മഹാനായ ഇമാം ശാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹിബ്ബുസ് സ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അന്നനാല ബിഹിം ശഫാഅ, മഹാന്മാരെ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് കിട്ടണം. ആലുൻ നബിയ്യി ദരിയതി വഹുമു ഇലൈഹി വസീലതി അർജു ബിഹിം മുഅ്തവദൻ യദിൽ യമീനി സ്വഹീഫതി, അഹ്ലു ബൈത്തിനെ മഹബത്ത് വെച്ചിട്ട് ആഖിറത്തിൽ എന്റെ വലത് കയ്യിൽ കിതാബ് കിട്ടണം. ഇതൊക്കെ മഹാനായ മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മഹാന്മാരെ വെച്ച് തേടിയതാണ്. എന്തിനാ ഹക്ക് പറയണത്? നെയ്ക്കുന്നത് ചോദിച്ചാൽ കിട്ടൂല, ഈ ഇടയിൽ ആളെ കൂട്ടി പോയാൽ കിട്ടും. അല്ല, അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട സമയം നമ്മൾ കണ്ടെത്തുന്നത് അല്ലാതെ ദ്വാരക്കാനേ പറ്റാത്തത് കൊണ്ടല്ല. ദുആ ചെയ്യുമ്പോൾ ഒന്നുകൂടി അത് റാഹത്താകാനും കബൂലിയത്ത് കിട്ടാനുമുള്ള കാരണമെന്ന നിലക്കാണ് നല്ല സമയം അർദ്ധരാത്രി നിസ്കാരത്തിന്റെ ശേഷം വെള്ളിയാഴ്ചയൊക്കെ തെരഞ്ഞെടുക്കുന്നത്. അതുപോലെ സൽക്രമങ്ങളെ മുമ്പിൽ വെക്കണ എന്റെ സ്വതക്കയുടെ ഹക്ക് കൊണ്ട് എന്ന് ദ്വാരക്കണത് അതിനാണ്. അതേ കാരണത്തിനാണ് മഹാന്മാരും വെക്കുന്നത്. റഹമുറാഹിമീനാവോ? അപ്പൊ അല്ലാണോ നമ്മുടെ കൂടുതൽ കാരുണ്യം? മൊയ്തീൻ ശൈഖിനാണോ കൂടുതൽ കാരുണ്യം? അള്ളാഹുവേ കാരുണ്യം തരുന്നുള്ളൂ. അർഹമുർ റഹീം അല്ലാഹ് മാത്രാണ്. കാരണം ചോദിക്കുന്നത് അള്ളാഹിനോടായതുകൊണ്ടും തരുന്നത് അള്ളയായതുകൊണ്ടും അള്ള തന്നെയാണ് അർഹമുർ റഹീം. ജീലാനി തങ്ങൾ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ഒരു മഹാനെ നമ്മൾ ബഹുമാനിച്ച് ആ ബഹുമാനം അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ചപ്പോൾ അള്ളാഹു നമുക്ക് എളുപ്പത്തിൽ ഉത്തരം തന്നതാണ്. ചോദിച്ചതും അള്ളാഹിനോടാണ്, ഉത്തരം തന്നതും അള്ളയാണ്. അതുകൊണ്ട് അർഹമുർ റഹീം അള്ള തന്നെയാണ്. സഹോദരന്മാരെ, ഇങ്ങനെ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഴയ്ക്ക് വേണ്ടി തേടുകയാണ്, ഇടയാളനാക്കുകയാണ്.